നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഓക്കെ ദേവുട്ടി, നമുക്കിനി കാണാം. ശരി, എന്നാ ചേച്ചി വിട്ടോ. ഇവന്റെ കമ്പനി ശരിയല്ലെന്ന് ചേച്ചിയോട് ഇപ്പൊ പറഞ്ഞാൽ ശരിയാവില്ല. അതിനു മുമ്പ് ആദ്യം അവന്മാരുടെ ഉദ്ദേശം എന്താണെന്ന് അറിയട്ടെ. ഇറങ്ങ. പെട്ടെന്ന് എവിടെയെങ്കിലും വെച്ചോ, ആരും കാണണ്ട. 5 പാക്കറ്റ് ഉണ്ട്. നീ മിനിമം 2000 റുപ്പീസെങ്കിലും വാങ്ങിയിട്ട് വേണം ഓരോ പാക്കറ്റ് വിൽക്കാൻ. നീ ഇങ്ങനെ പരിഭ്രമിക്കാതെ വേഗം ഇത് എവിടെയെങ്കിലും വെക്കേ. പറഞ്ഞു ഓർമ്മയുണ്ടല്ലോ, മിനിമം 2000 റുപ്പീസിന് വേണം ഓരോ പാക്കറ്റ് വിൽക്കാൻ. നോക്കി നിൽക്കാതെ പിടിക്കടാ അങ്ങോട്ട്. മോനെ, ഇത് ഡബിൾ ധമാക്കയാണ്. വെറും 1000 രൂപയ്ക്കാണ് ഞാൻ നിനക്ക് 5 പാക്കറ്റ് തന്നത്. ഓരോ പാക്കറ്റിനും 2000 റുപ്പീസ് വെച്ച് 10,000. അപ്പോൾ 1000 മുടക്കിയ നിന്റെ പ്രോഫിറ്റ് 9,000. എങ്ങനെയുണ്ട്? നീ ഹാപ്പിയല്ലേ? എടാ, ഞാനിതെങ്ങനെ? നീ വലിയ പബ്ലിസിറ്റിക്കൊന്നും പോകണ്ട. വിശ്വസിക്കാവുന്ന 1-2 പേരോട് സ്റ്റഫിൻ്റെ കാര്യം പറയാ. അവർ വഴി മറ്റുള്ളവർ നിന്നിലേക്ക് എത്തിക്കോളും. എന്താ, നിനക്ക് പേടിയുണ്ടോ? പേടി? ബി കൂൾ മാൻ. പേടിയൊക്കെ ആദ്യത്തെ തവണയെ കാണും, പിന്നെ നീ ഇതിൻ്റെ എക്സ്പേർട്ട് ആവും. പിന്നെ ഒരു കാര്യം ഞാൻ ഇപ്പോഴേ പറയാം, അടുത്ത തവണ സ്റ്റഫ് വേണമെങ്കിൽ ഈ പണം പോരാ കേട്ടോ. ചേച്ചിയോട് കുറച്ച് കൂടുതൽ ക്യാഷ് ഒപ്പിക്കാൻ പറ. 1000 രൂപ മുടക്കിയപ്പോൾ 9000 രൂപയാണ് നിന്റെ പ്രോഫിറ്റ്. പിന്നെ അടുത്ത തവണ നമുക്കൂടെ എന്തെങ്കിലും കമ്മീഷൻ കിട്ടണം കേട്ടോ. എന്നാ കേട്ടോ. ശരിടാ. ഡാ, സ്റ്റഫ് സൂക്ഷിക്കണം. ഓക്കെ ഓക്കെ, ചെല്ല്. കിഷനോ? അല്ല, നിനക്കെന്താ വിനോദമായിട്ടൊരു ഡീൽ? ഏയ്, എന്ത് ഡീൽ? അവനെ ഇവിടെ ഡ്രോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞ് എൻ്റെ കൂടെ കൂടിയതാ. നീ വെറുതെ നമ്പർ ഇടല്ലേ അഭിരാജ്. അവൻ എന്തിനാ നിന്റെ കൂടെ കൂടിയിരിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അഭിരാജ, നോക്ക്, എനിക്ക് വളരെ വേണ്ടപ്പെട്ട കുടുംബത്തിലെ പയ്യനാവൻ. നീ ആവശ്യമില്ലാതെ നിന്റെ മാഫിയ ഗാങ്ങിലേക്ക് വലിച്ചിടാൻ നോക്കരുത്. നീ എന്താ ചിരിച്ചു കളഞ്ഞ? അല്ല, ഇതാരാ പറയുന്നത് നോക്കി ചിരിച്ചതാ. നിനക്കെന്ന് മുതലാടാ വേണ്ടപ്പെട്ട കുടുംബവും വേണ്ടപ്പെട്ട ആൾക്കാരും ഒക്കെ ഉണ്ടാകാൻ തുടങ്ങിയത്? മച്ചു, നീ അഭിരാജിനെ ഉപദേശിക്കാൻ നിൽക്കല്ലേ? നിന്നെ ഉപദേശിച്ചൊരു കാര്യമില്ലെന്ന് എനിക്കറിയാം. പക്ഷെ ഇപ്പൊ പോയ വിനോദ് എനിക്കറിയാവുന്ന ആളാ. അതിന് ഞാനെന്ത് വേണം? നീ എന്ത് വേണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. വെറുതെ അവനെ ഈ നശിച്ച ഡ്രഗ് മാഫിയയിലേക്ക് വലിച്ചിടരുത്. അയ്യോ, നമുക്ക് അങ്ങനെ ഒരു ദുരുദ്ദേശവും ഇല്ല മോനെ. നീ വണ്ടി വിടാൻ നോക്ക്. എന്റെ വണ്ടി ഞാൻ വിട്ടോളാം. പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. ഇനി വിനോദിനെ നിന്റെ ഒപ്പം കാണരുത്. നീ എന്നോട് ഓർഡർ ഇടുവാണോ? അവൻ എന്റെ കൂടെ വരെ ഇഷ്ടമാണെങ്കിൽ ഞാൻ അവനെ കൊണ്ടുപോയിരിക്കും. അതിന് നിന്റെ ഉപദേശം ഭീഷണിയൊന്നും എനിക്ക് പ്രശ്നമല്ല. അല്ലെങ്കിൽ തന്നെ എന്നെ ഉപദേശിക്കാൻ നീ ആരടാ? അച്ഛനും മോനും ആദ്യം സ്വയം നന്നാവും, എന്നിട്ട് മറ്റുള്ളവരെ നന്നാക്കാൻ ശ്രമിക്കണം. ഒന്ന് പോടാവേ, മാറ. അപ്പൊ ശരിയെന്നാ. നീ വന്നോ? വിനോദിനെ കണ്ടായിരുന്നോ നീ? ഓ, അവൻ ഹോസ്റ്റലിലേക്ക് പോയോ?
നീ അവന് കാശ് കൊടുത്തോ? ആ നീ പറഞ്ഞു വെച്ചിരിക്കുന്ന ആള് തന്ന ആളെ തന്നെ ബാക്കി 5000 അയച്ചു കൊടുക്കാന്നോ? നന്നായി, അതോടെ അവന്റെ പ്രശ്നം തീരുമല്ലോ. ആ ദേ, നീ ഇത് കടായിട്ട് കൂട്ടിയാ മതിട്ടാ. കിട്ടുമ്പോ ഞാനത് തിരിച്ചു തരാം. എന്നാ പിന്നെ നീ അച്ഛൻ്റെ അടുത്തോട് ചെല്ല്, ഞാൻ ചായ എടുക്കാം. ഓ, വിനോദിന് വേണ്ടി ആയതുകൊണ്ട് കാശ് അവക്ക് തിരിച്ചു വേണ്ടാന്ന്. അല്ലെങ്കിൽ പിന്നെ ഞാൻ അവക്ക് തിരിച്ചു കൊടുക്കാൻ പോവല്ലേ. ഓ ചായ. മോളെ ദേവുട്ടി, എത്തിയോ നീ? വെറുതെ കണ്ണടച്ച് മയങ്ങുന്നേ ഉണ്ടാവും. കുറച്ചു മുമ്പ് നിന്നെ അന്വേഷിച്ചിരുന്നു. ഓരോ ദിവസം കഴിയുന്തോറും ആൾക്ക് നല്ല മാറ്റമുണ്ട്. ഇപ്പൊ കൈയും കാലും ഒക്കെ കുറേശ്ശെ അനക്കാന്നായിട്ടുണ്ട്. സംസാരിക്കുന്നതും കുറച്ചൊക്കെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. എന്റെ കുട്ടിയെ എത്രയും പെട്ടെന്ന് പഴയതുപോലെ ദേവി അങ്ങ് തിരിച്ചു തന്നാ മതിയായിരുന്നു. എന്നിട്ട് എനിക്ക് ഇവന്റെ കൈയും പിടിച്ച് ദേവിയുടെ സന്നിധിയിൽ ചെന്ന് സാഷ്ടാംഗം നമസ്കരിക്കണം. ഇവന് വേണ്ടി നീ നിത്യം അമ്മയോട് പ്രാർത്ഥിക്കാറുണ്ടെന്ന് ആർക്കാ അറിയാത്തെ? നിന്റെ പ്രാർത്ഥനയുടെ ഫലാ മോളെ ഇവൻ ഇപ്പൊ ഇത്രയെങ്കിലും ആയത്. മോളെ ദേവട്ടി, ദാ ചായ കുടിക്കും മോളെ. ആ എന്റെ ദേവി മഹാമായേ, എന്താ ഞാനീ കാണണ്ടേ? ഞാൻ സ്വപ്നം കാണുന്നല്ലോ. അമ്മ എന്താ അങ്ങനെ പറഞ്ഞേ? അല്ല, നിന്റെ കൈകൊണ്ട് ദേവുട്ടിക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുന്നത് നേര് തന്നെ ആണല്ലോ എന്നുള്ള സംശയം കൊണ്ട് പറഞ്ഞതാണേ. ഓ, അമ്മ എന്നെ കളിയാക്കൊന്നും വേണ്ട. അമ്മയുടെ പറച്ചിൽ കേട്ടാ തോന്നുമല്ലോ എന്റെ കൈ കൊണ്ട് ഞാൻ ഇതേവരെ ഇവക്ക് ഒന്നും കൊടുത്തിട്ടില്ലെന്ന്.